Hello everyone, welcome to Ejupod Plus 2 Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ Ejupod Plus 2 Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിന് വളരെ കുറച്ച് സമയമുള്ളൂ. അതിൽ നമ്മുടെ 14ാമത്തെ ചാപ്റ്റർ കേരള ഹിസ്റ്ററിയുടെ 14ാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മുതൽ 6 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് പ്രീ മോഡേൺ കേരള എക്കോണമി സൊസൈറ്റി ആൻഡ് പൊളിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ 14 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. മാക്സിമം നിങ്ങളുടെ +2 ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇതിനെ കൂടെ നിങ്ങൾ 3 കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം. 1, സ്കൂൾ ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞു. 2, സ്കൂളിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് സ്കൂൾ നടക്കുന്നത്, റിവിഷൻ ക്ലാസ് ആണോ അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലാസ് ആണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് കമൻറ്റ് ചെയ്യാം. 3ാമതായിട്ട് നിങ്ങൾക്ക് +2 ഹിസ്റ്ററിയിൽ ഈസി ചാപ്റ്റേഴ്സ് ഏതൊക്കെ, ടഫ് ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 തിണകൾ, 5 തിണകൾ, മുല്ലൈ, പാലൈ, മരുതം അടക്കമുള്ള 5 തിണകൾ. ആ 5 തിണകൾ അല്ലെങ്കിൽ 5 എക്കോ സോൺസ് അല്ലേ, ഈ തിണകൾ അതിൻ്റെ മേഖല അവിടെയുള്ള ജോലി അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 5 തിണൈസ്, 5 തിണകൾ എന്താണ് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം എക്സ്ചേഞ്ച് സിസ്റ്റം അല്ലേ, അവിടുത്തെ എക്സ്ചേഞ്ച് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് നൊടുതൽ അല്ലേ, അവിടുത്തെ കൈമാറ്റ സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് നൊടുതൽ. ആ നൊടുതൽ എന്താണെന്നൊക്കെ എന്ത് ചെയ്യും, 2 മാർക്കിനോ 3 മാർക്കിനോ എക്സാം ചോദിക്കാം. പിന്നെ പെരുമാൾസ് ഓഫ് മഹോദയപുരം അല്ലേ, മഹോദയപുരത്തെ പെരുമാൾമാരെ കുറിച്ചിട്ട് അവരുടെ റൂളിംഗ് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവിടുത്തെ ഭരണരീതിയെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തേക്കാം, എക്സാം ചോദിച്ചേക്കാം. പിന്നെ കച്ചം, അന്നത്തെ കാലത്ത് എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് അല്ലേ, അന്നത്തെ കാലത്ത് ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് കച്ചം. കച്ചം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് 2-3 മാർക്ക് ചോദിക്കാം. ഇതിന് കൂടെ തന്നെ സംഘം ലിറ്ററേച്ചർ, സംഘകാലത്തെ കുറിച്ചിട്ടോ, അതായത് കഴിഞ്ഞ തവണത്തെ കുറിച്ച് 4 മാർക്ക് ചോദിച്ചാൽ എന്താണ് സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘകാലത്തെ കുറിച്ചിട്ട് അവിടുത്തെ ആളുകളുടെ രീതിയൊക്കെയാണ്. അപ്പോൾ സംഘകാലത്തെ കുറിച്ച് ചോദിക്കാൻ നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്താം, കച്ചം അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അവിടുത്തെ ആളുകളുടെ ജോലിയെ കുറിച്ചിട്ട് അതിലേക്കൊക്കെ ആഡ് ചെയ്യാം. പിന്നെ സ്വരൂപംസ് ആണ്, 2-3 മാർക്കിന് എന്ത് ചെയ്യും, സ്വരൂപംസ് ചോദിക്കാണ്. നാടുവായി സ്വരൂപംസ് അല്ലേ, അതിലുള്ള ആളുകളുടെ അവിടുത്തെ ആ ഒരു പിന്നെ ആർമി, അവരുടെ സൈന്യത്തെ കുറിച്ചിട്ടും അവരുടെ ഭരണരീതിയെ കുറിച്ചിട്ടും അതിലേക്ക് എഴുതാം. സങ്കേതംസ് കഴിഞ്ഞ തവണ 2 മാർക്ക് ചോദിച്ച ചോദ്യമാണ് സങ്കേതംസും എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. തിണകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിണകൾ പഠിച്ചു വെക്കണം. ഓരോ തിണയും അത് കാണുന്ന മേഖലയും അവിടെ ചെയ്യുന്ന ആളുകളുടെ ജോലിയൊക്കെ പഠിച്ചു വെക്കണം. അതേപോലെ ഈ എക്സ്ചേഞ്ച് സിസ്റ്റം, പെരുമാൾസ് ഓഫ് മഹോദയപുരം, കച്ചം, സ്വരൂപം, സങ്കേതം, ഇത്രയുമാണ് ഈ 14ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഒന്നുകിൽ ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഏതൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം ഒന്ന് ടിക്ക് ചെയ്തേ, ഒന്ന് ടിക്ക് ചെയ്യണം. അപ്പോൾ മിക്കവാറും നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ഫുള്ള് പഠിച്ചവരുണ്ടാകാം, ഒന്നും പഠിക്കാത്തവരുണ്ടാവാം. ഫുള്ള് പഠിച്ചവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തോ കേട്ടോ. ഒന്നും പഠിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങൾ ഡേറ്റ് ആക്കരുത്. നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല. മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് വളരെ സമയമേ ഉള്ളൂ. ഹിസ്റ്ററി മാത്രം 15 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഹിസ്റ്ററിയിലെ പൊളിറ്റിക്സ്, എക്കണോമിക്സ് അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിലും ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, PYQs, നോട്ടുകൾ, മെൻറ്റർ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് എല്ലാം എവിടെയുണ്ട്, എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിലുണ്ട്. എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാകും. അതിനാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ടോപ്പിക്കുകളുടെ നോട്ടുകളും ക്വസ്റ്റൻസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജോ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ മാക്സിമം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റിസൾട്ട് മോശം റിസൾട്ട് ആയിരിക്കും. അപ്പം നിങ്ങളുടെ റിസൾട്ട് എന്തായിത്തീരുന്ന തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തരും. പക്ഷേ എല്ലാം ആദ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ സെറ്റാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ +2 ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എന്നിട്ട് അവർ അറിയട്ടെ ഈ 14ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി പറയാനുണ്ടെങ്കിൽ nafi.ejupod ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ അല്ലെങ്കിൽ ഇതിന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.